നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിശേഷം എന്തെങ്കിലും ആയിരിക്കും. ലക്ഷണം കണ്ടിട്ട് ഇത് അത് തന്നെയാണെന്നാ തോന്നുന്നു. അവൾക്ക് സമാധാനക്കേടുണ്ടാക്കുന്നൊന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ. അവളുടെ മാനസികാവസ്ഥ അച്ഛൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. ആ ശിവരാമനെ അച്ഛൻ തിരിച്ചെടുക്കേണ്ടിയിരുന്നില്ല. ശിവരാമൻ പറഞ്ഞതെല്ലാം എല്ലാവരും കേട്ടതല്ലേ. അയാള് കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് അയാൾ ഉറപ്പ് തന്നല്ലോ. പിന്നെന്താ പ്രശ്നം? അയാൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അർച്ചനയ്ക്ക് പേടി കൂടിക്കൊണ്ടേയിരിക്കും. എത്രയൊക്കെയായാലും അത് ശിവരാമന്റെ കുഞ്ഞല്ലേ. അയാൾ കുഞ്ഞിനെ നോക്കി കൺമുന്നി ഇങ്ങനെ നിൽക്കുമ്പോ അവൾ അങ്ങനെ സമാധാനത്തോടിരിക്കും. അയാളുടെ ഇപ്പോഴത്തെ പെരുമാറ്റവും കരച്ചിലും എല്ലാം അഭിനയ. ഈ വീട്ടിൽ കയറിക്കൂടാനുള്ള പദ്ധതി മാത്രമാണത്. സെന്റിമെന്റ്സ് പറഞ്ഞ് അയാൾ അച്ഛനെ വീഴ്ത്തി. ആരുമില്ലാത്ത സമയത്ത് അയാൾ കുഞ്ഞിനെ എടുത്തോണ്ട് എവിടെങ്കിലും പോയാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അയാൾ അങ്ങനെ ചെയ്യില്ലെന്ന് അച്ഛൻ ഉറപ്പ് തരാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞ് അയാൾ ഇവിടുന്ന് മാറ്റണം. അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ അല്ല. അർച്ചനയ്ക്ക് നല്ല സംശയമുണ്ട്. ഇനി അധികം താമസിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോകണം. പാവം അർച്ചന വിചാരിക്കുന്നത് അവരുടെ കുഞ്ഞിനെ ഞാൻ എടുക്കുമെന്നാണ്. എന്നാൽ എനിക്ക് വേണ്ടത് ആതിരയുടെ കുഞ്ഞിനെയാണെന്ന് അവർക്കറിയില്ലല്ലോ. നീ പറഞ്ഞപ്പോ കാര്യത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, ശിവരാമനെ നമുക്ക് തൽക്കാലം ഫാം ഹൗസിലേക്ക് മാറ്റാം. അതാവുമ്പോ ഇവിടുന്ന് കുറച്ച് ദൂരത്തിലാണല്ലോ. എളുപ്പത്തിൽ അയാൾക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല. ആ അത് ശരി. അപ്പൊ എന്നെ ഇവിടെ നിന്ന് നാട് കടത്താനാണ് പരിപാടിയല്ലേ? നിങ്ങൾ എത്ര നാട് കടത്തിയാലും എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും. ശിവരാമ, ശിവരാമ. ഓ എന്താ സർ? ആ, ശിവരാമനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്നെ ഇവിടുന്ന് ഓടിക്കാനുള്ള കാര്യമല്ലേ? എനിക്കറിയാം. എത്ര ദൂരേക്ക് ഓടിച്ചാലും ഞാൻ തിരിച്ചു വരും സാറേ. എന്റെ കുഞ്ഞിനെ കൊണ്ട് പോവുകയും ചെയ്യും. ശിവരാമ, ഫാം ഹൗസിൽ നിന്ന് മാനേജർ ഇപ്പൊ വിളിച്ചിരുന്നു. അവിടുത്തെ ഡ്രൈവർ കുറച്ച് ദിവസത്തേക്ക് ലീവാ. ശിവരാമൻ രാവിലെ തന്നെ ഫാം ഹൗസിലേക്ക് പോകണം. ഞാൻ പോണോ സാറേ? ശിവരാമനല്ലാതെ വേറൊരാളെയും ഇപ്പൊ അങ്ങോട്ട് അയക്കാനില്ല. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അവിടെ നിൽക്കെ. പിന്നീട് ഞാൻ തിരിച്ചു വിളിച്ചോളാം. സാർ, എന്റെ കുഞ്ഞിനെ കാണുന്ന കാര്യമല്ലേ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ശിവരാമൻ നാളെ രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണമെന്നില്ല. നേരെ ഫാം ഹൗസിലേക്ക് പോയാൽ മതി. പൈസ എന്തെങ്കിലും വേണോ? വേണ്ട. ആ, എന്നാ പിന്നെ ചെല്ല്. ഞാൻ മാനേജറോട് വിളിച്ചു പറയാം. ശരി. എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയെന്ന് വിചാരിച്ച് ആരും സന്തോഷിക്കേണ്ട. ഞാൻ വരും. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അയാളൊരു പാവ. അയാളോട് ചെയ്യുന്നത് അനീതിയാണെന്ന് നമുക്കറിയാം. പക്ഷേ അർച്ചനയുടെ സമാധാനത്തിന് ഇതല്ലാതെ വേറെ വഴിയില്ല. ഫാം ഹൗസിൽ നിന്ന് അയാൾ ഇങ്ങോട്ട് വരാതെ നോക്കണം. അത് ഞാൻ മാനേജറെ വിളിച്ച് പറഞ്ഞോളാം. അല്ലെങ്കിലും ആ ഫാം ഹൗസിനകത്ത് കയറിയ പിന്നെ മറ്റൊന്നിനും സമയമുണ്ടാവില്ല. അയാൾ ഇനി ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അച്ഛാ, ഞാനിത് അർച്ചനയോടൊന്ന് പറയട്ടെ. ചെല്ലേ. എന്താ എന്ത് പറ്റി?
എന്തിനാ കരയുന്നേ? കരയാതെ കാര്യം പറ. കരയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞു? വഴക്ക് പറഞ്ഞാണെങ്കിൽ ഞാൻ സഹിച്ചേന്. ഇതെന്നോടൊന്നും മിണ്ടിയത് പോലുമില്ല. ആര്? നന്ദേട്ടൻ. നന്ദേട്ടനോ? എന്താ ഉണ്ടായേ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നന്ദേട്ടൻ റൂമിൽ നിന്ന് വരുന്നത് കണ്ടു. എന്നിട്ട് നന്ദേട്ടനോട് സോറി പറയാന്ന് കരുതി ഞാൻ അകത്തേക്ക് ചെന്നു. എന്നെ കണ്ട് നന്ദേട്ടൻ നിന്നു. ഞാൻ അടുത്ത് ചെന്നിട്ട് നന്ദേട്ടാന്ന് വിളിച്ചു. ഞാൻ സോറി പറയാൻ തുടങ്ങുമ്പോഴേക്കും നന്ദേട്ടൻ മുഖം തിരിച്ച് ഒറ്റ പോക്ക. എന്നെ മൈൻഡ് ചെയ്തത് പോലുമില്ല. നീ വിഷമിക്കണ്ട മോളെ. നന്ദേട്ടന്റെ മനസ്സില് നിന്നോടുള്ള ദേഷ്യം അത്ര പെട്ടെന്നൊന്നും മാറില്ല. സച്ചേട്ടനെ പോലല്ല നന്ദേട്ടനും സന്ദീപും. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? എല്ലാം ശരിയാവുന്ന ഒരു സമയം വരും. അതുവരെ നീ കാത്തിരിക്കെ. നന്ദേട്ടനായതുകൊണ്ട് ഇതല്ലേ ചെയ്തുള്ളൂ. സന്ദീപെങ്ങാനും ആയിരുന്നെങ്കിൽ ഇതിപ്പോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് അവരോടൊക്കെ പോയി ഇതുപോലെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരണമെന്ന് മനസ്സിലാക്കാനായില്ല നിനക്കിപ്പോ. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇനി ഇതോർത്ത് വിഷമിക്കണ്ട. അതിരെ നീ ഇതൊന്ന് അരിഞ്ഞു വെച്ചേക്കണേ. പാലെടുപ്പത്തുണ്ടേ ശ്രദ്ധിക്കണം. ഞാനിപ്പോ വരാം. അയ്യോ മോളെ, എന്താ പറ്റിയേ? എന്താ? വിശേഷം എന്തെങ്കിലും ആയിരിക്കോ? ലക്ഷണം കണ്ടിട്ട് ഇത് അത് തന്നെയാണെന്നാ തോന്നുന്നു. ഈശ്വര, അവനെന്നെ ചതിച്ചോ? അവനെ ഇന്ന് ഞാൻ നിന്റെ ഡേറ്റ് ഒക്കെ കറക്റ്റ് ആണോ? നീ പ്രഗ്നന്റ് ആണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.